ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി വില കൊടുത്തു വാങ്ങാനുള്ള നീക്കത്തെ നേരിടുമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് വിമാനത്താവളത്തിനായി ഭൂമി വിലയ്ക്ക് വാങ്ങാൻ സർക്കാർ നീക്കം നടത്തുകയാണെന്ന വാർത്തകൾക്കിടയിലാണ് ബിജെപിയുടെ പ്രതികരണം. ശബരിമല വിമാനത്താവളം ചെറുവള്ളിയിൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി ബിജെപി നേതാവ് വി മുരളീധരൻ പറഞ്ഞു. എന്നാൽ സർക്കാർ ഭൂമി പണം നൽകി ഏറ്റെടുക്കരുതെന്നാണ് ബിജെപിയുടെ നിലപാട്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരം നീക്കമുണ്ടായാൽ ശക്തമായ സമരപരിപാടിയുമായി മുൻപോട്ട് പോകുമെന്ന് മുരളീധരൻ അറിയിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യമാകുന്ന തരത്തിലൊരു വിമാനത്താവളം ഉണ്ടാകുന്നതിനോട് ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു. അതേസമയത്ത് ആ വിമാനത്താവളത്തിൻ്റെ മറവിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമി, ആ ഭൂമി നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഏറ്റെടുക്കുന്നത് അത് വലിയ തട്ടിപ്പിൻ്റെയും വലിയ അഴിമതിയുടെയും അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായിട്ട് സംശയിക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയിൽ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുകയാണ്. ഈ കേസിൽ കക്ഷി ചേരാനാണ് ബിജെപിയുടെ തീരുമാനം. ബിലീവേഴ്സ് ചർച്ചിന് പണം നൽകാതെ സർക്കാർ വിമാനത്താവള പദ്ധതിയുമായി മുൻപോട്ട് പോയാൽ അതിനെ പിന്തുണയ്ക്കുമെന്നും ബിജെപി നേതൃത്വം അറിയിച്ചു. നിയമപ്രശ്നങ്ങളില്ലാതെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ വിജയം കൂടിയാവും. എരുമേലിയിൽ നിന്നും ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ മേഖലയിലെ ഗൂഢാലോചന വ്യക്തമായതോടെ മലയാള സിനിമയെ പ്രേക്ഷകരും കൈവിടുന്നതായി അണിയറ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കടം കഥയുടെ നിർമ്മാതാക്കളാണ് പ്രതിസന്ധി കളക്ഷനെ ബാധിക്കുന്നതായി വ്യക്തമാക്കുന്നത്. സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായം ലഭിക്കുമ്പോഴും സിനിമ കാണാൻ തിയേറ്ററിൽ കാണികളെത്താത്ത അവസ്ഥയാണ് നിലവിലെന്ന് കടങ്കഥയുടെ അണിയറ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ മേഖലയിലെ ഗൂഢാലോചന വ്യക്തമായ സമയം മുതൽ തിയേറ്ററിൽ കാഴ്ചക്കാർ ഇടിഞ്ഞു. ഇത് തന്നെ തങ്ങളുടെ ചിത്രത്തിനും തിരിച്ചടിയാവുന്നുവെന്ന് നിർമ്മാതാവ് സാദിഖ് അലി പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പം കാണുന്നൊരു ട്രെൻഡ് അങ്ങനെയാണ്. പൊതുവെ ഇപ്പം വരുന്ന പ്രശ്നങ്ങളൊക്കെ സിനിമയെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. പൊതുവെ സിനിമയ്ക്കൊരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട്. എന്തായാലും എനിക്ക് ഓവർകം ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അമ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതുകൊണ്ടാണ് നടിയെ ആക്രമിച്ച കേസിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് മുതിരാഞ്ഞതെന്ന് കടങ്കഥയിലെ നായകൻ വിനയ് ഫോർട്ട് പറഞ്ഞു. ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായതിനു ശേഷം അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ടൊരു ചടങ്ങ് സംഘടിപ്പിച്ചെടുത്തു. അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഒട്ടുമിക്ക ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ. പുതുമുഖ സംവിധായകൻ സെന്തിൽ രാജൻ അണിയിച്ചൊരുക്കിയ ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത്. ന്യൂസ് 18 ആലപ്പുഴ.